ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ DPR തയ്യാറായി. പുതുക്കിയ അലൈൻമെന്റിലുള്ളത് 31 കിലോമീറ്റർ ദൂരമാണ്. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് മെട്രോ റെയിൽ പാത. 27 സ്റ്റേഷനുകളിൽ 3 ഇന്റർചേഞ്ച് സ്റ്റേഷനുകളാണ്. 8000 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. DMRC തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ട് KMRന് ഇന്നോ നാളെയോ കൈമാറും. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, എങ്ങനെയായിരിക്കും മെട്രോ, എത്ര സ്റ്റേഷനുകൾ, മെട്രോ റെയിലിന്റെ DPRൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്മൃതി, വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. ആ റിപ്പോർട്ട് ഇന്നോ നാളെയോ KMRലിന് കൈമാറും. KMRലാണ് ഇതിന്റെ ഏജൻസിയായി പ്രവർത്തിക്കുക. ലോക്നാഥ് ബെഹ്റയ്ക്കായിരിക്കും, അതിന്റെ MDക്കായിരിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറുക. ആ റിപ്പോർട്ട് KMRൽ കൂടി പഠിച്ചതിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാന സർക്കാരിന് കൈമാറുകയാണ് ചെയ്യുക. ആ പുതുക്കിയ അലൈൻമെന്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം നേരത്തെ ഉള്ളതുപോലെ തന്നെ പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ തന്നെയാണ് പദ്ധതിയുള്ളത്. 31 കിലോമീറ്ററാണ് ദൂരം നിശ്ചയിച്ചിരിക്കുന്നത്. 27 സ്റ്റേഷനുകളിലായിരിക്കും ഇതിനകത്തുണ്ടാവുക. പ്രധാനപ്പെട്ട മാറ്റം കേശവദാസപുരത്ത് നിന്ന് പട്ടത്ത് നിന്ന് ഉള്ളൂരിലേക്ക് പോകുന്നത് കേശവദാസപുരം വഴിയായിരുന്നു മുമ്പുണ്ടായിരുന്ന പദ്ധതിയിൽ DPRൽ ഉണ്ടായിരുന്നത്. അത് മാറ്റി മെഡിക്കൽ കോളേജ് വഴി പോകുന്ന തരത്തിലേക്കാണ് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ആ തരത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ നയപരമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഒരു DPR തയ്യാറാക്കിയിരിക്കുന്നത്. 8000 കോടി രൂപയാണ് ചിലവ് വരിക എന്നാണ് കരുതുന്നത്. ഈ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്ന ഈ DPR സർക്കാർ അംഗീകരിച്ചതിന് ശേഷം അത് കേന്ദ്ര ഗവൺമെന്റിന് കൈമാറി അവിടുന്നും അംഗീകാരം കിട്ടിയാലാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സ്മൃതി, ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.